ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു ഗുരുവിന്റെ അടുത്ത് ആളുകൾ എത്തുന്നത് മനഃശാന്തി തേടിയായിരുന്നു. പലവിധ പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ അവർ ഗുരുവിനെ തേടിയെത്തും. അദ്ദേഹത്തിന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമേകും. ഒരിക്കൽ ഒരു വിഭാഗം ആളുകൾ ഗുരുവിനെ കാണാൻ വന്നത് ഒരേ പ്രശ്നവും പറഞ്ഞുകൊണ്ടായിരുന്നു. തുടർച്ചയായി ഒരേ വിഷയത്തിൽ ആകുലരായിരുന്ന ആ വിഭാഗം ജനങ്ങളോട് ഗുരു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് ഞാനൊരു തമാശ പറയാം. ആളുകൾ സശ്രദ്ധം ഗുരുവിനെ കേട്ടിരുന്നു. അദ്ദേഹം തമാശ പറഞ്ഞു കഴിഞ്ഞതും ആളുകൾ പൊട്ടിച്ചിരിച്ചു. മനഃശാന്തി കിട്ടിയ അവർ മടങ്ങിപ്പോയി. കുറേ ദിനം കഴിഞ്ഞ് അവർ വീണ്ടും ഗുരുവിന്റെ അടുത്ത് അതേ പ്രശ്നവുമായി എത്തി. അന്നും ഗുരു മുമ്പ് പറഞ്ഞ തമാശ പറഞ്ഞു. വന്ന ആളുകൾ പരസ്പരം നോക്കി. ഒരിക്കൽ കേട്ട തമാശയാണല്ലോ, ഇതിൽ ഇനി എന്തുണ്ട് ചിരിക്കാൻ എന്ന മട്ടിലായിരുന്നു അവരുടെ ഇരുത്തം. എങ്കിലും ഗുരുവിനോടുള്ള ബഹുമാനാർത്ഥം അവരിൽ ചിലർ ചിരിച്ചെന്ന് വരുത്തി. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം അതേ പ്രശ്നവുമായി ആളുകൾ ഗുരുവിനെ കാണാനെത്തി. ഗുരു അന്നും അവരോട് അതേ തമാശ പറഞ്ഞു. ഇക്കുറി ഒരാളും ചിരിച്ചില്ലെന്ന് മാത്രമല്ല, ഗുരുവിന്റെ മുഖത്ത് നോക്കി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. 2 വട്ടം കേട്ട തമാശയ്ക്ക് ഇനി എന്ത് പ്രസക്തി ഗുരു? ഇപ്രാവശ്യം ഗുരു ചിരിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഒരേ തമാശയ്ക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഒരേ പ്രശ്നത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും കരയുന്നത്? ഭാവിയിലേക്കുള്ള ഒരു വലിയ സാധ്യത എന്ന വിശേഷണമുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് വേളയിൽ കേരളീയർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഈ കഥയിലെ ഗുരു മുന്നോട്ട് വച്ചത്. ഒരേ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രശ്നം എന്താണ്? 10 കൊല്ലമോ 30 കൊല്ലമോ മുമ്പ് നടപ്പാക്കേണ്ടിയിരുന്ന പല പദ്ധതികളും പ്രശ്നങ്ങളും പോരായ്മകളും പറഞ്ഞ് തടസ്സപ്പെടുകയോ നീണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളെ അവഗണിക്കണം എന്നാരും പറയില്ല. എന്നാൽ 10 കൊല്ലം മുമ്പ് പ്രശ്നമായിരുന്നത് 10 കൊല്ലത്തിനു ശേഷം ഒരു പ്രശ്നമേ അല്ലാതായി മാറും ചിലപ്പോൾ. അത്തരത്തിൽ ശാസ്ത്രവും സാങ്കേതികതയും വളർന്നിട്ടുണ്ട്. എന്നാൽ നമ്മളോ 50 കൊല്ലം മുമ്പത്തെ പ്രശ്നങ്ങൾ പറഞ്ഞാണ് പല പദ്ധതികളും തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല കുറ്റക്കാർ. പ്രശ്നങ്ങളിൽ പലതും പ്രശ്നങ്ങളല്ല എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതിരുന്ന മാധ്യമങ്ങളും തെറ്റുകാരാണ്. ഫലമോ വെറുതെ നമ്മൾ സമയം പാഴാക്കി കളഞ്ഞു. കുറ്റം പറയാൻ വേണ്ടി മാത്രം നമ്മൾ വായ തുറന്നു. അത് കേട്ടുകേട്ട് കാതുകൾ മുരടിച്ചു. കണ്ണ് തുറന്നു പിടിക്കുന്നത് പ്രശ്നങ്ങളും പോരായ്മകളും കാണാൻ മാത്രമായി. വിഴിഞ്ഞത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ ഒരു കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ ഇന്ന് പദ്ധതിയെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നു. അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാത്തുവയ്ക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറഞ്ഞ് പദ്ധതി വാഴ്ത്തുന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള തലമുറയോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായാലും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പദ്ധതിയുടെ കമ്മീഷനിംഗ് വേളയിൽ ഇതല്ല പറയേണ്ടിയിരുന്നത് എന്ന് കൃത്യമായ ബോധ്യമുണ്ട്. എങ്കിലും ഇനിയെങ്കിലും അനാവശ്യ പ്രശ്നങ്ങൾ ഉയർത്തി എന്തിനേയും അന്ധമായി എതിർക്കുന്ന കുറ്റം പറയുന്ന സമീപനത്തിൽ നിന്നും നമ്മൾ മാറിയില്ലെങ്കിൽ 5-ാം വയസ്സിൽ കൊതിച്ച ലോലിപോപ്പ് 50-ാം വയസ്സിൽ നുണയേണ്ട അവസ്ഥയിലേക്ക് മാറും.